Miss. Hi. Hi. Wow. Ready? Udah deh. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൃഷ്ടിസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാറൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനാണ് ഞങ്ങളിങ്ങനെ ഒരുങ്ങി കെട്ടിയൊക്കെ വന്നിട്ടുള്ള കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കേക്ക് കട്ടിങ് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. നമ്മൾ 7 മണിക്കൂടെ എത്തിയിട്ടുണ്ട്. ആ ടൈമാണ് പറഞ്ഞത്. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആരൊക്കെ വരാനുള്ളത് കൊണ്ട് കുറച്ചും കൂടി ഡിലേ ആയി. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഒപ്പം സെറ്റ് ചെയ്യാനുള്ള മിഠായി കേട്ടോ ഗായ്സ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാറക്കുട്ടിയുടെ ബർത്ത്ഡേ സ്റ്റേജാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗായ്സ്. പിന്നെ ഇത് സംഭവം എന്ന് പറഞ്ഞത് പാറക്കുട്ടി ജനിച്ചപ്പോൾ മുതൽ ഇപ്പോൾ വരെയുള്ള ഫോട്ടോസാണ് കേട്ടോ ഗായ്സ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലൊരു സംഭവം പൊന്നൂസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ എന്തൊക്കെ ഇതുകൊണ്ട് എനിക്കത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ പിറന്നാളിന് വേറൊരു രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തോടെ എത്തിയത് കൊണ്ട് തന്നെ പൊന്നൂസ് നേരത്തോടെ എത്തിയത് കൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് ആരുടെ അടുത്തും ആളങ്ങനെ അടുക്കാറില്ല, ഒരാളുടെ അടുത്തും പോവാൻ കൂട്ടാക്കാറില്ല. ഇത്തിരി വെയിറ്റ് ഇടലും മസിൽ പിടുത്തമൊക്കെ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മുടെ പൊന്നൂസ് അങ്ങനെയാണ്, അങ്ങനെ ആരുടെ അടുത്തും പെട്ടെന്ന് പോവില്ല. കുട്ടിക്ക് എന്തോ ഒരു ഇതാണ്, വൈഷമ്യമാണ് കുട്ടിക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കാറ്ററിംഗ് തന്നെയാണ് കേട്ടോ ഇവിടെ ഫുഡ് ചെയ്തിട്ടുള്ളതും സർവീസും എല്ലാ കാര്യങ്ങളും നമ്മുടെ കാറ്ററിംഗ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ നമ്മളങ്ങനെ ഓടി കിടന്ന് പോയി. പിന്നെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമായി. അപ്പോൾ ആരും വരാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇവിടം വരെ ടൈം നീണ്ടു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ ബാക്കി ഈ കേക്ക് കട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താണ് ഗൈസ്, പിന്നെ ഓരോ ഗസ്റ്റുകൾ കയറുക, ഗിഫ്റ്റ് കൊടുക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പാറൂസിന് കിട്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു ആനക്കുട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ഈ വക വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൊന്നൂസ് അവിടെ പിള്ളേരായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു അവസ്ഥ പൊന്നൂസിൻ്റെ. ഭയങ്കര കളിയും ബലൂണൊക്കെ ഓരോന്ന് പൊട്ടി വീഴാനും പിന്നെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന ബലൂണൊക്കെ വെച്ചിട്ടായിരുന്നു പിന്നെ കളി. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, നമ്മുടെ പൊന്നൂസിനെ പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. കളിയുടെ ഇടയിൽ നിന്ന് നമ്മൾ ചെല്ലുമ്പോഴേക്കും കരയാൻ തുടങ്ങും. അപ്പോൾ പിന്നെ കുറേ നേരം പൊന്നൂസ് പിന്നെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് ഗൈസ്.
തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക പൊന്നൂസ് ഇങ്ങനെ കളിക്കണ അതിൻ്റെ പുറകെ ആയിരുന്നു. പിന്നെ തിരക്കൊന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കയറി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്താണെങ്കിലും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ ഇപ്പം കഴിഞ്ഞ് പോയത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചേട്ടൻ എന്താ പറയുക അവർ ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരും മക്കളും എല്ലാം കൂടിയൊക്കെ കയറിയിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടായിരുന്നു കുറച്ച് നേരത്തെ കേട്ടോ ഗൈസ്. എന്തായാലും ഗായ്സ് ഉറപ്പായിട്ടും അടുത്ത് നമ്മുടെ ഫുഡ് സെക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഫുഡ് സെക്ഷനിലെ ഫുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗായ്സ് തലശ്ശേരി ദം ബിരിയാണിയും പിന്നെ എന്താ പറയുക ചിക്കൻ കൊണ്ടാട്ടവുമായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ എനിക്ക് ഈ തലശ്ശേരി ദം ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു രസമാണ്. നമ്മുടെ നോർമൽ ബിരിയാണി വെച്ച് നോക്കുകയാണെങ്കിൽ വേറൊരു മസാലയാണ്, എന്താ പറയുക ചിക്കൻ വറുക്കാത്ത വേറൊരു ഫ്ലേവറാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ തലശ്ശേരി ദം ബിരിയാണി സൂപ്പറാട്ടോ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടാണെങ്കിലും ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ ആ ഒരു ഫുഡ് സെക്ഷനിലേക്കാണ് അപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ പിന്നെ കുറേ നേരം കഴിഞ്ഞിങ്ങനെ പൊന്നൂസ് ഭയങ്കരമായിട്ട് കരയാനൊക്കെ തുടങ്ങി, ടയേർഡായി തുടങ്ങി, കുട്ടിക്ക് ദാഹിച്ചിട്ട് വിശന്നിട്ട് പിന്നെ ഓൾമോസ്റ്റ് ലൈറ്റായിട്ടാണല്ലോ ഗൈസ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൊന്നൂസിന് കുറച്ച് വെള്ളം കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം അവിടെ സെർവ് ചെയ്യണ കണ്ടപ്പോൾ പിന്നെ പൊന്നൂസിന് കുറച്ച് ഐസ്ക്രീം കൊടുത്തു സമാധാനമാവാനായിട്ട്. വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കുറച്ച് അലമ്പത്തിയാണ്. അപ്പം പിന്നെ ഐസ്ക്രീമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾ ഡബിൾ ഓക്കെ ആയിട്ടോ ഗൈസ്. ഐസ്ക്രീമൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സെപ്പറേറ്റ് അവൾക്ക് വേറെ ബിരിയാണി വാരി കൊടുത്തു. പിന്നെ ആളുടെ വിശപ്പൊക്കെ ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ ആൾ ഭയങ്കര ഡീസൻ്റ് ആയിരിക്കുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല, ആൾ ഭയങ്കര ഉഷാറായിരിക്കുള്ളൂ. അങ്ങനെ പൊന്നൂസ് ഫുഡൊക്കെ കഴിച്ച് പിള്ളേരോടൊപ്പം സെറ്റായി നല്ല കളിയും കാര്യങ്ങളൊക്കെ ഈറ്റ ആൾ നിൽക്കുകയാണ്. പിന്നെ എനിക്കാണെങ്കിലും വിശന്നിട്ട് വയ്യ ഗൈസ്. സമയം 9-9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചേട്ടൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലേറ്റായി ഇവിടം വരെ എത്തി. ചേട്ടനോട് കഴിച്ചോളാൻ പറഞ്ഞു, എന്നാലും ചേട്ടൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ വേറെ ഒന്നല്ല ഗൈസ്, സംഭവം ദം ബിരിയാണി ആണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കുന്ന ഒരു
നിമിഷത്തിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങളത് കഴിച്ചു. സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി, നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം എന്തെങ്കിലും സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഫുഡ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഒരു എന്താ പറയുക, ബർത്ത്ഡേയുടെ ഒരു ഫങ്ഷൻ അവിടെ അവസാനിച്ചു. അങ്ങനെയാണ് സംഭവം. പിന്നെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പൊന്നൂസ് എന്താ പറയുക, എന്നിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രമിച്ചിട്ടും അടക്കുന്നില്ല കുട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഗായ്സ്. പിന്നെ ഇത് പരിപാടി കഴിഞ്ഞിട്ട് പോകാനായിട്ട് പൊന്നൂസ് വരുന്നുണ്ടായിരുന്നില്ല. കുട്ടി കളിയിൽ ഭ്രമിച്ച് നിൽക്കുകയാണ് ഗായ്സ്. കുട്ടി വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ആണ് ഞങ്ങൾ ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മുടെ ബർത്ത്ഡേ പരിപാടി ഇങ്ങനെ തീർന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു നമുക്ക് അവർ തന്നത്, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ പാറുക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാ മംഗളങ്ങളും നമ്മുടെ പാറുക്കുട്ടിക്ക് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും, നിങ്ങളുടെ അനുഗ്രഹങ്ങളും നമ്മുടെ പാറുക്കുട്ടിന് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പൊന്നൂസ് ഉറങ്ങിയിട്ടില്ല. പൊന്നൂസിന് ഉറക്കണം. അപ്പോൾ പൊന്നൂസിന് നല്ല ഉറക്കം വരുന്നുണ്ട്, എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി കൂടുതൽ വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. ഇനി ഞങ്ങൾക്ക് നേരെ കിടക്കണം. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിന് കിടക്കണം. അപ്പോൾ ഇനി കിടക്കുമ്പോൾ കുറച്ച് ടൈമും കൂടി എടുക്കുക. അപ്പോൾ ഇനി വേറെ ഒന്നും നെയ്റ്റ് വലിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ.